എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ വിഷുക്കട്ട തയ്യാറാക്കാം. ഇത് വിഷുവിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കുന്നൊരു പലഹാരമാണ്. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഈ ഒരു വിഷുക്കട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉണക്കലരിയാണ് വേണ്ടത്. ഉണക്കലരി എന്ന് പറയുന്നത് നമുക്ക് കടകളിൽ നിന്നൊക്കെ ഒരു പിങ്ക് നിറത്തിൽ കിട്ടുന്ന അരിയാണ്. അപ്പോൾ ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 2-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അങ്ങനെ കുതിർത്തതിന് ശേഷം അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരപ്പാലൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പാലാണ് നമുക്ക് വേണ്ടത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ള 1-ാം പാലാണിത്. ഇത് 1.5 കപ്പുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി പാലും കൂടി ഞാനിവിടെ വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് പാലുണ്ട്. ഈ പാല് ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ 2-ാം പാല് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിലാണ് പാലും അളന്നെടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് 2 വിസിലാക്കി എടുക്കാം. ഇനി ഇതിലെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഇപ്പോൾ ഇതിലെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടതിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റിയിട്ടുണ്ട്. അരി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവറാണ് വിഷുക്കട്ടയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ബാക്കിയുള്ള പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു പാല് നന്നായിട്ട് വറ്റി വരുന്നതോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു പാകത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റി വരാനുണ്ട്. നന്നായിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. തീരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് പരത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വാഴയിലുണ്ടെങ്കിൽ അതിൽ പരത്തായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ വിഷുക്കട്ടയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതില്ലെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റീലിൻ്റെ കിണ്ണത്തിൽ പരത്തിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. 3 വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കരയിലുള്ള ഇപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് കളയണം. ഇതൊക്കെ ശർക്കരയിലുള്ള അഴുക്കാണ്. ഇനി ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ജീരകപ്പൊടിയും ചുക്കുപൊടിയൊക്കെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വിഷുക്കട്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വിഷുക്കട്ട നമുക്ക് ശർക്കരപ്പാനിയുടെ കൂടെ മാത്രമല്ല, മധുരം ഇഷ്ടമില്ലാത്തവർക്ക് സാമ്പാറിൻ്റെയോ അവിയലിൻ്റെയോ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വിഷുക്കട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.